ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ ചേരുവ മാത്രം മതിട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ. അപ്പോൾ ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയുള്ള തൈരായതുകൊണ്ടാണ് കേട്ടോ 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിയില്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത തൈര് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്രയാണോ മധുരം വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ. ഓവറായിട്ടുള്ള മധുരമൊന്നും ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം അധികമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ മൈദ ഇട്ടിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഏലക്കപ്പൊടി അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് പഞ്ചസാരയൊക്കെ ചേർത്ത് ഒന്ന് മെൽറ്റ് ആകണം. അപ്പോൾ അതുവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണ്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ കിട്ടാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കട്ടിയിൽ വേണ്ടോ ഇത് കിട്ടാൻ. അതായത് ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം ഈ ഒരു ബാറ്റർ കിട്ടാൻ. എന്നാലേ നമ്മൾ പലഹാരം തയ്യാറാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളിത് അപ്പം തന്നെ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടാകാൻ വെച്ചിട്ട് നമ്മളിത് എപ്പോഴാണോ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു സമയത്ത് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിന് താഴെയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് തയ്യാറാക്കുന്ന സമയത്ത് നല്ല പോലെ പൊങ്ങി വരും ചെയ്യും. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ലപോലെ ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടുണ്ട് ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും ഒന്നുമില്ലെങ്കിൽ മൈദപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, അതുപോലെ തന്നെ ഒരുപാട് മെനക്കേടുമില്ല ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പം നമ്മൾ നല്ലപോലെ ചൂടായ ഓയിലിലേക്കാണ് ഇതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 30-40 സെക്കൻഡ് ആയപ്പോഴേക്കും ഇതിൻ്റെ സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ 2 സൈഡും നല്ല രീതിയിൽ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അത്യാവശ്യം നല്ല രീതിയിൽ കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഓയിലിൽ നിന്നും കോരി മാറ്റിയതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കളർ മാറ്റം വരും. അപ്പോൾ ഇത്ര മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലൊട്ടും ഓയിലൊന്നും കുടിക്കൂല കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഒരു തവണ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ തവണ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. കാരണം ഓയിൽ നല്ല രീതിയിൽ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇത് പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ.
അല്ലെങ്കിൽ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് സെക്കൻഡുകളായപ്പോഴേക്കും ഇതുപോലെ പൊങ്ങി വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും രണ്ട് സൈഡ് തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതും ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.